മുമ്പൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ കാർ കമ്പനികളും ഈ ചൈന ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചൈനീസ് ബ്രാൻഡുകൾ ചെയ്യുന്നത് പോലെ വിദേശ മോഡലുകൾ കോപ്പി ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചൈനീസ് റോൾസ് റോയ്സ് കാണും, അല്ലെങ്കിൽ ചൈനീസ് മേഴ്സിഡസ് ബെൻസ് കാണും, ചൈനീസ് ഓഡി കാണും. നിങ്ങൾക്ക് ചൈനയിൽ പോയി കഴിഞ്ഞാൽ റേഞ്ച് റോവർ വേണോ, റോൾസ് റോയ്സ് വേണോ, മിനി കൂപ്പർ വേണോ, അങ്ങനെ ഏത് ലോകോത്തര ബ്രാൻഡും നിങ്ങൾക്ക് ചൈനയിൽ കിട്ടും. മാത്രമല്ല, ഒറിജിനൽ ബ്രാൻഡിനേക്കാൾ കിടിലൻ ഫീച്ചേഴ്സ് ഉണ്ടാവും, കുറച്ചുകൂടി കാണാനും കൊള്ളായിരിക്കും. ഒറിജിനലിനേക്കാൾ മികച്ച കോപ്പി അത് ചൈനയിൽ കിട്ടും. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡുകൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയുടെ ടാറ്റയും മഹീന്ദ്രയുമാണ് പ്രധാനപ്പെട്ട കാർ ബ്രാൻഡുകൾ എന്ന് പറയാവുന്നത്. ഇതിൽ തന്നെ ടാറ്റ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്യാണ്. ചൈനീസ് ബ്രാൻഡുകളുടെ വണ്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഡിസൈൻ വൈസ് ഭയങ്കര അട്രാക്റ്റീവ് ഒന്നുമല്ല ടാറ്റയുടെ എല്ലാ കാറുകളും, നമുക്കറിയാം. പക്ഷെ ഒരു മിനിമം ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സ് ആണെങ്കിലും ചൈനീസ് കാറുകൾ ഫീച്ചേഴ്സ് കൊണ്ട് ഭയങ്കര സമ്പന്നമാണ്. നമ്മുടെ കാറുകളാണെങ്കിലോ ഇന്ത്യൻ ബ്രാൻഡുകളുടെ ഒരു ആവറേജ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇന്ത്യക്കാരിൽ പ്രത്യേകിച്ച് പലർക്കും ഈ ഒരുപാട് ആഡംബരങ്ങളുള്ള കാറുകളോടൊരു ആകർഷണം തോന്നും. സംഗതി മനുഷ്യ സഹജവുമാണ്. മാത്രമല്ല, ഇപ്പൊ ചൈന ഒരു പുതിയ കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഡിസൈൻ സൂപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ അന്ന് ആ സമയത്തുള്ള ഏറ്റവും മികച്ച കാർ ഉണ്ടാക്കാനായിരിക്കും ചൈനീസ് കമ്പനികൾ ശ്രമിക്കുന്നത്. അതായത് കുറച്ച് മെഴ്സിഡസ് ബെൻസിൽ നിന്ന് എടുക്കും, കുറച്ച് വേണമെങ്കിൽ ഓഡിയിൽ നിന്ന് അടിച്ചു മാറ്റും, കുറച്ച് BMW, അങ്ങനെ എല്ലാ ബ്രാൻഡുകളിൽ നിന്നും കുറേശ്ശെ കടമെടുത്തിട്ട് പിന്നെ കുറച്ച് ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളും കൂടെ ഇട്ടിട്ട് ഒരു വെടിക്കെട്ട് സാധനമായിരിക്കും ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ചിലപ്പോൾ മറ്റു ബ്രാൻഡുകൾ നിഷ്പ്രഭമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ചൈനീസ് കാർ കമ്പനികൾ നല്ല ലാഭത്തിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പാറ്റേൺ ഫോളോ ചെയ്യാത്തത്? ഒരുപക്ഷെ അതിന് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ട് എന്ന് പറയേണ്ടി വരും. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതായത്, ഒന്നാമത്, നമ്മൾ മറ്റുള്ളവരുടെ നിർമ്മിതികളെ, അവരുടെ കണ്ടെത്തലുകളെ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങളെ ഒക്കെ തന്നെ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ ചൈനീസ് കമ്പനികൾ ഇങ്ങനെ കോപ്പി ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ബ്രാൻഡുകളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ചൈനയോട് നല്ല അതൃപ്തിയിലാണ്. അവരുടെ ബ്രാൻഡുകളെ കോപ്പി ചെയ്ത് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതൃപ്തി നമുക്ക് തോന്നും. അത് തന്നെയാണ് ചൈനീസ് ബ്രാൻഡുകളോട് ലോകത്തുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. അവര് കോപ്പി അടിക്കുന്നവരാണ്, അവർക്ക് ഒറിജിനലായിട്ടൊന്നുമില്ല, എല്ലാം നമ്മുടെ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് പോകുന്നവരാണ് എന്ന രീതിയിലാണ് കാണുന്നത്. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇപ്പോഴും ചൈനയ്ക്ക് പറ്റാത്തതിന്റെ റീസൺ അതാണ്. ഇപ്പോൾ MG ആയിക്കോട്ടെ, ഒരുപാട് ബ്രാൻഡുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവരുടെ ഹോങ്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകൾ, ഇതൊക്കെ പക്ഷേ കോപ്പി അടിക്കുന്ന ബ്രാൻഡുകളാണ്. BYD, ഇതെല്ലാം കോപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തുണ്ടാക്കിയാലും ഇത് കോപ്പിയാണ് എന്ന തരത്തിൽ സ്വാഭാവികമായ ഒരു ചർച്ച ലോകത്തുണ്ടാവും. ഈവൻ ചൈനീസ് എയർക്രാഫ്റ്റുകൾ പോലും കോപ്പിയാണല്ലോ. അമേരിക്കയുടെ F-22 റാപ്റ്ററിൽ നിന്ന് അടിച്ചു മാറ്റിയ ഡിസൈനുമായിട്ട് J-20, അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ് 2 അടിച്ചു മാറ്റിയിട്ട് അവരുടെ J-35, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അവരുടെ വിമാനങ്ങൾ പോലും ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് കോപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം തൽക്കാലത്തേക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ വിപണിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാൽ ലോങ് ടേം ബിസിനസ് ലക്ഷ്യമിടുന്ന, സ്വന്തം ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങൾ ബഹുമാനിക്കുന്ന ഒരു രാജ്യത്തിനും കമ്പനിക്കും ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ബ്രാൻഡുകൾ എന്തുകൊണ്ട് ചൈനീസ് ബ്രാൻഡുകളെ പോലെ കോപ്പി ചെയ്യുന്നില്ല? ഒന്നാമത്തെ റീസൺ ലീഗലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമെന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ലീഗലായിട്ട് വരുന്ന കോൺസിക്വൻസസിനെ ഇന്ത്യൻ കമ്പനികൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമത്, നമുക്കൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മറ്റ് കമ്പനികളെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമുക്കില്ലാതാവും. നമ്മളും ചൈനയുടെ ഒരു കോപ്പി കാറ്റിനെ പോലെ ഇകഴ്ത്തപ്പെടും. മറിച്ച് ഇന്ത്യയുടെ ടാറ്റ ബ്രാൻഡ് എന്തുകൊണ്ടാണ് ലോകത്ത് ബഹുമാനിക്കപ്പെടുന്നത്? അത് യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. മഹീന്ദ്രയുടെ വാഹനങ്ങൾ അത് യുണീക്ക് ആയിട്ടുള്ള വാഹനങ്ങളാണ്. എന്നിട്ടും നമുക്കറിയാം, ജീപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു വാഹനത്തിന് അമേരിക്കയിൽ നിയമയുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. കാരണം അമേരിക്കയിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ഉള്ളത് കൊണ്ട്, ആ പേരിൽ. പക്ഷെ എന്നിട്ടും നമ്മൾ അവരുടെ വാഹനങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡിനെ അതേപടി കോപ്പി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയെ അതേപടി കോപ്പി ചെയ്തിട്ട് ഇന്ത്യ ഒരിക്കലും വാഹനങ്ങൾ നിർമ്മിക്കാറില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എപ്പോഴും ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടേതായ തനതായ ഒരു ശൈലിയും ഇന്ത്യൻ ഒരു സ്റ്റൈലും എല്ലാത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരാളെ അനുകരിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവത്തില്ല. ഇപ്പൊ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം ഇത് ഇന്ത്യൻ ആണ്. മറ്റേത് ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കോപ്പിയാണ്. ഇത് ആ വണ്ടിയുടെ കോപ്പിയാണ്, ഇത് മറ്റേ വണ്ടിയുടെ കോപ്പിയാണ്. ഇവിടെ എല്ലാം കോപ്പിയേ ഉള്ളൂ, ഇവരുടേതായിട്ടുള്ള ഒന്നുമില്ല. സംഗതി കാണാൻ ഒടുക്കത്തെ ആഡംബരവും മാസ് ലുക്കും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് ഈ ചൈനയുടെ കോപ്പി കാറ്റ് വണ്ടികൾ എന്ന് പറയുന്നത്. കാരണം ലക്ഷറി വണ്ടികൾ സാധാരണ കോടീശ്വരന്മാർക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യം അതിന്റെ വളരെ വില കുറച്ച് വിൽക്കുന്നത് കൊണ്ട് മിഡിൽ ക്ലാസ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റും.
പക്ഷേ അതിന്റെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒറിജിനൽ റോൾസ് റോയ്സ് എടുത്ത് റോഡിൽ കൂടെ പോകുന്നതും അതിന്റെ കോപ്പി കാറ്റ് ചൈനയിൽ നിന്ന് വാങ്ങിച്ച് റോഡിൽ കൂടെ പോകുമ്പോഴും ഉള്ളിലൊരു കുത്തല് കാണും. ആ പോണത് ഒറിജിനലാണ്, ഇവൻ കോപ്പിയാണ്. ഈ ഒരു സാധനം കാണും, എൻ്റെ ഇരിക്കുന്നത് ഒറിജിനൽ അല്ല കോപ്പിയാണ് എന്നൊരു സാധനം നമുക്കുണ്ടാവും. മറിച്ച് നമ്മൾ എന്തെങ്കിലും ധനികനായിട്ട് ഒറിജിനൽ റോൾസ് റോയ്സ് വാങ്ങി ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മറ്റത് ചുമ്മാ കുറച്ച് നാളൊക്കെ ഷോ കാണിച്ച് നടക്കാമെന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ട് നമുക്കതിൽ ആനന്ദം ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയുടേതായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ഒരു ശൈലി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള വാഹനങ്ങളാണ്, യുണീക്കാണ്, വളരെ ഡിഫറൻ്റ് ആണ്. പിന്നെ ഇത് ഇന്ത്യയുടെ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജിയാണ്. ലോങ് ടേം ഗ്രോത്ത് ആണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് സസ്റ്റൈനബിൾ ആയിട്ട് നിലനിൽക്കുന്ന ലോങ് ടേമിലുള്ള ഒരു ഗ്രോത്ത് ലക്ഷ്യമിടുന്നത് കൊണ്ടാണ് ഇന്ത്യൻ ബ്രാൻഡുകൾ കോപ്പി അടിക്കാതെ സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ അതിൽ നിന്ന് ബെനിഫിറ്റുകൾ ഉണ്ടാകുമെങ്കിലും ലോങ് ടേമിൽ അത് നിലനിൽക്കില്ല. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ഓരോ സ്ഥലത്തും ആവശ്യമുള്ള സൗകര്യത്തിലുള്ള വാഹനങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യക്ക് എന്ത് വേണം, ഇന്ത്യൻ റോഡുകളിൽ എന്ത് തരം വാഹനങ്ങൾ വേണം, അതിനനുസരിച്ചാണ് ഇവിടെ വാഹനങ്ങൾ ഉണ്ടാക്കുന്നത്. ആഫ്രിക്കയിലാണെങ്കിൽ ആഫ്രിക്കൻ സാഹചര്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ വാഹനം ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായിട്ട് ജോയിന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഇത്തരത്തിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങളെയും ഒക്കെ എപ്പോഴും ബഹുമാനിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യയുടേതായ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡാണ്. ഉദാഹരണം പറഞ്ഞാൽ മെഴ്സിഡസ് ബെൻസ് അല്ലെങ്കിൽ BMW, അതല്ലെന്നുണ്ടെങ്കിൽ റോൾസ് റോയ്സ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വേൾഡ് ലെവലിൽ ആ ഒരു ബ്രാൻഡിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. കാരണം അവരൊക്കെ യുണീക്ക് ആയിട്ടുള്ള കാറുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഓൺ ഡിസൈൻ ആണ്, അവരാരെയും കോപ്പി ചെയ്തിട്ടില്ല, അവർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെ കോപ്പി ചെയ്ത് വേറൊരു രാജ്യം ഒരു വാഹനം ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ആ രാജ്യം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ കമ്പനി ഉണ്ടാക്കിയ വാഹനത്തിന് ഒരു വാല്യൂവും ഇല്ല. കാരണം ഒറിജിനൽ വേറെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഒരു വേൾഡ് ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളതാണ് ഇന്ത്യൻ കാർ കമ്പനികൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് ടാറ്റയും മഹീന്ദ്രയും ഒന്നും തന്നെ വേറെ ബ്രാൻഡുകളെ കോപ്പി ചെയ്ത് ചൈനീസ് മോഡലിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കാത്തത്. ഇന്ത്യയുടെ ബ്രാൻഡുകൾ എപ്പോഴും കോർപ്പറേറ്റ് ഐഡന്റിറ്റിക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എപ്പോഴും എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ഫോളോ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ ഈ കോപ്പിയിങ് എന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. മാത്രമല്ല ഇന്ത്യൻ ബ്രാൻഡുകൾ എപ്പോഴും നമ്മുടെ വാല്യൂസ്, നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ചിലപ്പോൾ ചൈനീസ് ബ്രാൻഡുകളെ പോലെ ഭയാനകമായ ആഡംബരമുള്ള ഡിസൈനുകളുള്ള വാഹനങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും ഉള്ളത് യുണീക്കാണ്, നമ്മുടെ ഓൺ ബ്രാൻഡാണ്. നമ്മൾ ഒന്നിൻ്റെ അടുത്തൊന്നും കോപ്പി അടിച്ചിട്ടില്ല. ഈ ഒരു കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടേതായ ഒരു പൊസിഷൻ ഗ്ലോബലി കിട്ടുന്നതിന് കാരണമാകും. താൽക്കാലികമായിട്ടുണ്ടാവുന്ന നേട്ടങ്ങൾ, ലാഭം അതൊന്നും ശാശ്വതമായിരിക്കില്ല. അതിന് കുറച്ച് നാളത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. വളഞ്ഞ വഴിയിലൂടെ നമ്മൾ എന്ത് നേടിയാലും തൽക്കാലം കുറെ ലാഭമൊക്കെ ഉണ്ടാക്കാം, കുറച്ച് പ്രശസ്തി ഉണ്ടാക്കാം, പക്ഷേ അതൊന്നും ശാശ്വതമല്ല. എന്നാൽ നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തനതായ നമ്മുടേതായ ശൈലിയിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ദീർഘവീക്ഷണത്തോടു കൂടി വളഞ്ഞ വഴിയിലൂടെ അല്ലാതെ നേരായ വഴിയിലൂടെ ചെയ്യുന്ന ഏത് കാര്യത്തിനും അതിന് ദീർഘകാലം നിലനിൽക്കാൻ പറ്റും. അങ്ങനെയായിരിക്കും ഭാവിയിൽ ഇന്ത്യൻ കാർ ബ്രാൻഡുകൾ ലോകത്തെ മുൻനിര ബ്രാൻഡുകളായിട്ട് മാറാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.